ഹായ് ഹലോ വെൽക്കം ടു DH വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു CET നമ്മുടെ കർണാടക എക്സാമിനേഷൻ അതോറിറ്റി നടത്തുന്ന കോമൺ എൻട്രൻസ് ടെസ്റ്റിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കുമെന്ന്. സോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറയുകയാണ്, ഇപ്പോഴും നമുക്ക് CET എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്നവർ അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ പോർട്ടൽ ഓപ്പൺ ആണ്. ഈ ഫെബ്രുവരി 10 വരയ്ക്കും നിങ്ങൾക്ക് CET എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പക്ഷേ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യാനുള്ള പോർട്ടൽ 14 വരയ്ക്കും ഓപ്പൺ ആയിരിക്കും. അതായത് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്തു, എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു, പക്ഷേ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ പോലും 14 നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്താൽ മതിയായിരിക്കും. പിന്നെ ഹോൾ ടിക്കറ്റ് വന്നിട്ട് നിങ്ങൾക്ക് ഏപ്രിലിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതായത് ഏപ്രിൽ 7 മുതൽ നിങ്ങൾക്ക് CET എക്സാമിന് വേണ്ടിയിട്ടുള്ള ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പോൾ ആപ്ലിക്കേഷൻ പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിലും എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ഏപ്രിലാണ്. ഏപ്രിൽ 18 19 CET എക്സാം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഡേറ്റ് ഇപ്പോൾ വന്നേക്കുന്നത്. സോ നിങ്ങൾക്ക് ഏപ്രിൽ 7 മുതൽ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ എൻട്രൻസ് എഴുതാൻ പോകുന്ന കുട്ടികൾക്കെല്ലാം അറിയായിരിക്കുമല്ലോ, ക്വസ്റ്റ്യൻസ് എപ്പോഴും നിങ്ങൾ +2 പഠിക്കുന്ന സബ്ജക്ട്സ് ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും. ലൈക്ക് മാത്സും ബയോളജിയും ഫിസിക്സും കെമിസ്ട്രിയും ആയിരിക്കും. സോ CET എക്സാം വന്നിട്ട് 18 19 നടക്കുന്നത്. ആദ്യത്തെ 2 എക്സാം വന്നിട്ട് ബയോളജി മാത്തമെറ്റിക്സുമാണ്. പിന്നെ അടുത്ത 2 എക്സാം വന്നിട്ട് ഫിസിക്സും കെമിസ്ട്രിയാണ്. സബ്ജക്റ്റിൽ നിന്നും 60 മാർക്കിന് വീതം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. അതായത് ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് 60 മാർക്കും, കെമിസ്ട്രിയിൽ 60 മാർക്കും, ബയോളജിക്ക് 60, പിന്നെ മാത്സിന് 60, അങ്ങനെ 60 മാർക്കിന് വീതമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ചോദിക്കുന്നത്. പിന്നെ അടുത്തൊരു ഡൗട്ട് എല്ലാവരും ചോദിച്ചാൽ ഇതിൻ്റെ എക്സാം ഫീസ് എത്രയെന്നാണ്. 1000 റുപ്പീസാണ് നമ്മൾ CET ആപ്ലിക്കേഷൻ ഫോം ഇടുമ്പോൾ, അതായത് CET എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ ചെയ്യാനുള്ള പേയ്മെൻറ്റ് എന്ന് പറയുന്നത് 1000 റുപ്പീസാണ്. പിന്നെ എന്തെങ്കിലും ഓൺലൈൻ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ കുറച്ച് ഒരു എക്സ്ട്രാ ഒരു 100 രൂപ എങ്ങാണ്ടും ഓൺലൈൻ ട്രാൻസാക്ഷൻ ആകുമായിരിക്കും. പക്ഷേ യൂണിവേഴ്സിറ്റിക്ക് നമ്മൾ പേ ചെയ്യുന്നത് 1000 റുപ്പീസാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ CET കുറിച്ചുള്ള അപ്ഡേഷൻ വന്നിട്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. കർണാടകയിൽ നമ്മൾ ഈ വർഷം ഏത് പ്രൊഫഷണൽ കോഴ്സസ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും CET എഴുതുക എന്നുള്ളത് ഒരു മാൻഡേറ്ററി റൂളാണ്. അതിപ്പോൾ നമുക്കത് അതിൽ നിന്ന് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ, CET എഴുതാത്ത കുട്ടികൾക്ക് പഠിക്കാൻ പറ്റത്തില്ലേ എന്നൊന്നും ചോദിച്ചാൽ അറിയത്തില്ല. കറൻ്റ്ലി ഇതാണ് സ്റ്റേറ്റ്. ഇപ്പോൾ നിലവിൽ നമുക്കിത് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. CET എഴുതിയാൽ മാത്രമേ അഡ്മിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് ഒരു റൂൾ വന്നേക്കുന്നത്. ഇനി ഫ്യൂച്ചറിൽ ഇത് മാറുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല. സോ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, കർണാടകയിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അതിപ്പോൾ BSc നഴ്സിങ്ങോ B.Pharm പിന്നെ അലൈഡ് ഹെൽത്ത് റിലേറ്റഡ് കോഴ്സസോ എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മൾ കർണാടകയിൽ പോയി പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാൻഡേറ്ററി ആയിട്ടും CET നമ്മൾ എഴുതേണ്ടതാണ്. സോ നമുക്കിപ്പോൾ വെബ്സൈറ്റ് ഓപ്പൺ ആയ സ്ഥിതിക്ക് ആ അപ്ലിക്കേഷൻ നമ്മൾ ഇട്ട് വയ്ക്കുക, അതായത് നമ്മൾ അപ്ലൈ ചെയ്ത് വെക്കുക. ഇത് പിന്നീട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുവാണെങ്കിൽ നമുക്ക് അതിനൊപ്പം തന്നെ അങ്ങോട്ട് പോകാവുന്നതാണ്. പക്ഷേ നിലവിൽ ഇങ്ങനൊരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട്, അതായത് നിലവിൽ അവർ പറഞ്ഞേക്കുന്നത് CET എഴുതണം എന്നുള്ളത് മാൻഡേറ്ററി റൂൾ ആയതുകൊണ്ട് തന്നെ നമ്മളൊരു അപ്ലിക്കേഷൻ ഇട്ട് വെക്കേണ്ടത് അത്യാവശ്യമാണ്. മറക്കണ്ട, ഫെബ്രുവരി 10 കൂടി പോർട്ടൽ ക്ലോസ് ആവുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ വിചാരിച്ചാലും നമുക്കിപ്പോൾ പഠിക്കണമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ CET മാൻഡേറ്ററി റൂൾ വരികയാണെങ്കിൽ പിന്നെ പഠിക്കാൻ പറ്റത്തില്ല കർണാടകയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഒരു എല്ലാവർക്കും ഒരു ഓർമ്മപ്പെടുത്തലെന്നുള്ള ഞാൻ ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. സോ CETൻ്റെ ആപ്ലിക്കേഷൻ പോർട്ടൽ ഓപ്പൺ ആണ്. ദയവ് ചെയ്ത് കർണാടകയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികളും തന്നെ CETക്ക് വേണ്ടിയിട്ട് ഇപ്പോഴേ അപ്ലൈ ചെയ്യേണ്ടതാണെന്ന്. ഇനി എന്തെങ്കിലും തന്നെ ഇതിനെക്കുറിച്ചുള്ള പുതിയ ഇൻഫർമേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്ഡേഷൻസ് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ അത് പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് കമൻസിലൂടെ ചോദിക്കാവുന്നതാണ്. സോ ഇനിയൊരു പുതിയ വീഡിയോയിലൂടെ കാണുന്നതുവരെ താങ്ക് യു.